ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 276. നമ്മളിന്ന് നോക്കുന്ന കാണ്ഡം 6 അനുവാദം 13 സൂക്തം 128. ഇത് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ജ്യോതിഷങ്ങൾ എന്ന് പറയുന്നത് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ പ്രധാനപ്പെട്ട ഗ്രഹമാണ് സൂര്യനും ചന്ദ്രനും. ചന്ദ്രൻ നമ്മളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് എല്ലാ കാര്യത്തിലും. അതുകൊണ്ടാണ് ഒരാൾ ജനിക്കുമ്പോൾ ആദ്യം നിന്റെ നക്ഷത്രം എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾ ജനിക്കുമ്പോൾ നക്ഷത്രം എന്താണെന്ന് നോക്കുന്നത്. അപ്പം ഈ നക്ഷത്രം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെയെല്ലാം 27 കൂട്ടങ്ങളായിട്ട് തിരിച്ചിട്ട് അതിനെ 27 നക്ഷത്രങ്ങളായിട്ട് പറയുകയാണ്. അപ്പോൾ ഒരു നക്ഷത്രം, ഇപ്പോൾ അശ്വതിയിലാണ് ജനിച്ചത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ആ ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ എവിടെ നിൽക്കുന്നു എന്നാണ്. ചന്ദ്രൻ അശ്വതി നക്ഷത്രത്തിൻ്റെ സ്ഥാനത്താണ്, അശ്വതി നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്, അല്ലെ ആ ഗ്രൂപ്പ് ഓഫ് നക്ഷത്രങ്ങളുടെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പം അശ്വതി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന സ്ഥാനമാണ് പറയുന്നത്. ചന്ദ്രന് പ്രാധാന്യം കൊടുത്താണ് രാശിചക്രത്തിൽ ചന്ദ്രൻ എവിടെ നിൽക്കുന്നു, ആ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ജനിക്കുമ്പോൾ നമ്മളെ നക്ഷത്രാദ്യം നോക്കുന്നത്. അപ്പോൾ എത്ര പ്രാധാന്യം ഈ ചന്ദ്രനുണ്ട് എന്ന് മനസ്സിലാക്കണം. പക്ഷേ അത് നക്ഷത്രം നിൽക്കുന്ന സ്ഥലമാണ്. ചന്ദ്രൻ ഓരോ ദിവസം ഓരോ നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ എത്തും. ഇപ്പം ജനിക്കുന്ന സമയത്ത് ഭരണിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ നക്ഷത്രം ഭരണി എന്ന് പറയും. അപ്പോൾ ആ നക്ഷത്രത്തിൻ്റെ അതായത് ഏതൊരു നക്ഷത്രത്തിലാണോ ചന്ദ്രൻ നിൽക്കുന്നത്, ചന്ദ്രൻ്റെ ആ സ്ഥലം, നിൽക്കുന്ന സ്ഥലത്തിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ പല സ്വഭാവങ്ങളും, നമ്മളുടെ പ്രധാനപ്പെട്ട എല്ലാ സ്വഭാവങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു നാഡിയിൽ കൂടി സൂര്യനും ഒരു നാഡിയിൽ കൂടി ചന്ദ്രനും സഞ്ചരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ എല്ലാ സ്വഭാവവിശേഷങ്ങളെയും സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. അപ്പോൾ രാശിചക്രത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് നോക്കുന്നത് ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നു എന്ന് നോക്കിക്കൊണ്ടാണ്. എന്നിട്ട് നമ്മുടെ നക്ഷത്രം ഇന്നതാണെന്ന് പറയുന്നു. ആ പറയുന്നതിൽ നിന്ന് അപ്പോൾ തന്നെ ജ്യോതിഷം അറിയുന്നവർക്ക് അറിയാം. ഇപ്പോൾ കേട്ട നക്ഷത്രത്തിലാണ് ജനിച്ചതെന്ന് പറഞ്ഞാൽ അയാളുടെ ചന്ദ്രൻ നിൽക്കുന്നത് രാശിചക്രത്തിലെ കേട്ട എന്ന ആ നക്ഷത്രം എവിടെ നിൽക്കുന്നു, ആ ഗ്രൂപ്പ് ഓഫ് നക്ഷത്രം എവിടെ നിൽക്കുന്നു, അവിടെയാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ആ നിൽക്കുന്നതിന് അയാളുടെ സ്വഭാവവിശേഷങ്ങളിലും പലതിലും അതിന് വലിയ സ്വാധീനമുണ്ട്. ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോഴും ചന്ദ്രൻ അയാളുടെ സ്വഭാവവിശേഷങ്ങളിൽ അതിൻ്റേതായ പ്രത്യേകതകൾ ഉണ്ടാക്കുന്നുണ്ട്. ചന്ദ്രൻ ഇന്ന ഡിഗ്രിയിൽ എന്ന് നിൽക്കുന്നതിന് പകരം ചുരുക്കി പറയുകയാണ് ഇന്ന നക്ഷത്രത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയും പറയുന്നത് ചുരുക്കിയിട്ട് അവൻ്റെ നക്ഷത്രം ഇന്നതാണെന്ന് പറയുന്നു. അപ്പോൾ ഒരു നക്ഷത്രം എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ സ്ഥാനമാണ് പറയുന്നത്. ആ സ്ഥാനത്തിന്, ആ നക്ഷത്രത്തിന് പറഞ്ഞ സ്വഭാവവിശേഷങ്ങൾക്കെല്ലാം പ്രാധാന്യമുണ്ട്. അതുമാത്രമല്ല, ആ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആ ചന്ദ്രന് ഇന്ന ഗുണങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഇങ്ങനെ പലതും വരുന്നുണ്ട്. പിന്നെ ചന്ദ്രൻ്റെ ആ നിൽക്കുന്ന സ്ഥാനം അടിസ്ഥാനമാക്കിയാണ് പിന്നെയുള്ള ദശ അപഹാരങ്ങളെല്ലാം നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പം ആ നിലയിൽ ചിന്തിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ജ്യോതിഷത്തിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് ഈ ചന്ദ്രൻ. അതെവിടെ നിൽക്കുന്നത് എന്നതിനാണ് പ്രാധാന്യം. ആ നിൽക്കുന്ന സ്ഥാനത്തെ നക്ഷത്രത്തെയാണ് നമ്മുടെ ജനന നക്ഷത്രമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ സൂക്തത്തിലേക്ക് പോകാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 6 അനുവാകം 13 സൂക്തം 127. ഋഷി അങ്കിരസ് ദേവത ശകധൂമം ഹോമം
ഛന്ദസ് അനുഷ്ടുപ്പ്. ശുകധൂമ നക്ഷത്രാണി യത് രാജാനമകുർവത ഭദ്രാഹമസ്മൈ പ്രായച്ഛന്നിദം രാഷ്ട്രമസാദിതി ഭദ്രഃ നോ മധ്യന്തിനേ ഭദ്രാഹം സായമസ്തു നഃ ഭദ്രാഹം നോ അഗ്നാം പ്രാത രാത്രി ദ്രോഹമസ്തു നഃ അഹോരാത്രാഭ്യാം നക്ഷത്രേഭ്യാം സൂര്യചന്ദ്രമസാഭ്യാം ഭദ്രാഹമസ്മഭ്യാം രാജഞ്ചകധൂമ ത്വം കൃതി യോ നോ ഭദ്രാഹമകരഃ സായം നക്തമതോ ദിവാ തസ്മൈ തേ നക്ഷത്രരാജ ശകധൂമ സഭാ നമഃ. ഭാവാർത്ഥം: നക്ഷത്രങ്ങളിലെ ബലം ചന്ദ്രനെ രാജാവാക്കിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്നു. കാരണം അവർ ആ നക്ഷത്ര രാജ്യം ചന്ദ്രനായിട്ട് വാഗ്ദാനം ചെയ്യുന്നു. രാത്രിയും പകലും അതുവഴി ശ്രേയസ്സുള്ളതായിട്ട് തീരുന്നു. അല്ലയോ ആ ശക്തിശാലിയായ ബലമേ, അല്ലയോ നക്ഷത്ര രാജാവായ ചന്ദ്ര, നീ രാത്രിയിലും പകലിലും അശ്വതി മുതലായ നക്ഷത്രങ്ങളിലൂടെ നമ്മുടെ സമയത്തെ നല്ലതാക്കുക. അല്ലയോ ഈ ബലമേ, അല്ലയോ ചന്ദ്ര, നീ രാത്രിയെയും പകലിനെയും അതുവഴി ഞങ്ങളുടെ സമയത്തോളം നല്ലതാക്കി. നിനക്ക് പ്രണാമം. നക്ഷത്രങ്ങളിലെ ബലം ചന്ദ്രനെ രാജാവാക്കിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുകയാണ്. ഒരു നക്ഷത്രത്തിൻ്റെ ബലം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ രാജാവാക്കിക്കൊണ്ട്. ഇപ്പം യഥാർത്ഥത്തിൽ ചന്ദ്രൻ രാജാവ് തന്നെയാണ്. ഒരു കഥ രൂപത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ രാജാവ് 27 ഭാര്യമാരുണ്ട്, 27 നക്ഷത്രങ്ങൾ. ഓരോ ദിവസം ഒരു ഭാര്യയുടെ അടുത്ത് പോകും. ആ നിലയിൽ കഥയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നക്ഷത്രങ്ങളുടെ രാജാവാണ് ചന്ദ്രൻ. അപ്പം നക്ഷത്രങ്ങളുടെ ബലം ചന്ദ്രൻ അതിൽ നിൽക്കുമ്പോഴാണ് പ്രകടമാകുന്നത്. അപ്പം അശ്വതിയിൽ അതിൻ്റെ രാജാവായ ചന്ദ്രൻ നിൽക്കുമ്പോൾ ആ നക്ഷത്രമാണ് ആ സമയത്ത് ശക്തമായി നിൽക്കുന്നത്. ആ സമയത്ത് ജനിക്കുന്ന കുട്ടിക്ക് ആ നക്ഷത്രമാണ്. അതുകൊണ്ട് പറയാം, അവൻ്റെ നക്ഷത്രം അതായിട്ടാണ് എടുക്കുന്നത്. കാരണം ആ നക്ഷത്രം അപ്പോൾ പ്രബലമാണ്. ചന്ദ്രൻ അതിലാണ് ആ സമയത്ത് നിൽക്കുന്നത്. കാരണം അവർ ആ നക്ഷത്ര രാജ്യം ചന്ദ്രനായി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആ നക്ഷത്രം ചന്ദ്രന് വാഗ്ദാനം ചെയ്തു കൊടുത്തിരിക്കുകയാണ് ആ സമയത്ത്, ആ ദിവസം. പിറ്റത്തെ ദിവസം അത് വേറൊരു സ്ഥലത്ത് വേറൊരു നക്ഷത്രത്തിലേക്ക് പോകും, അതിന് കൊടുക്കുകയാണ്. പിറ്റത്തെ ദിവസം ചന്ദ്രന് വേറൊരു സ്ഥലം കൊടുക്കുകയാണ്, വേറൊരു നക്ഷത്രത്തിന്, വേറൊരു ഭാര്യയെ. കഥയിൽ വരുമ്പം ഭാര്യയെ. അപ്പം ഭരണിയിലേക്ക് പോകും. പിറ്റത്തെ ദിവസം കാർത്തികേയൻ്റെ അടുത്ത് പോകും. അപ്പോൾ അന്ന് അവിടെ അവൻ രാജാവായിക്കൊണ്ട് ആ വീട്ടിലാണ് താമസിക്കുക, ആ നക്ഷത്ര രാജ്യത്താണ് താമസിക്കുക. അങ്ങനെ അതിന് വീതിച്ച് കൊടുത്തിട്ട് നീ ഓരോ ദിവസം ഓരോ വീട്ടിൽ പോയി താമസിക്കുമോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ സ്ഥലത്തിൻ്റെ അധീനതയിലാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അപ്പോൾ ചന്ദ്രൻ അശ്വതി നക്ഷത്രത്തിലെ ആ സ്ഥലത്തിൻ്റെ ആധിപത്യവും വഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. രാത്രിയും പകലും അതുവഴി ശ്രേയസ്സുള്ളതായിത്തീരുന്നു. പിന്നെ അതിനനുസരിച്ചാണ് അവൻ്റെ ദിനരാത്രങ്ങളിൽ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. രാത്രിയും പകലുമെല്ലാം ഇതിനെ ആശ്രയിച്ചാണ് പിന്നെ അവൻ്റെ ജീവിതക്രമം നിൽക്കുന്നത്. എന്നിട്ട് ആ ചന്ദ്രനോട് പറയാണ്, അല്ലയോ ശക്തിശാലിയായ ബലമേ, ഇത് ആ നക്ഷത്രത്തിൻ്റെ അവിടെയുള്ള ബലം, അല്ലയോ നക്ഷത്ര രാജാവായ ചന്ദ്ര, നക്ഷത്രങ്ങളുടെ രാജാവാണ് ചന്ദ്ര, നീ രാത്രിയിലും പകലും പിന്നെയുള്ള ദിനരാത്രങ്ങളിലെല്ലാം അശ്വതി മുതലായ നക്ഷത്രങ്ങളിലൂടെ ഓരോ ദിനരാത്രങ്ങളിലും ചന്ദ്രൻ എന്ത് ചെയ്യും? ഓരോ നക്ഷത്രത്തിൻ്റെ അടുത്തേക്ക് ഓരോ ദിനരാത്രങ്ങളിലും
ഓരോ നക്ഷത്രത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് അശ്വനി മുതലായ എവിടെ നിന്ന് തുടങ്ങിയിട്ട് അശ്വനി മുതലായ നക്ഷത്രങ്ങളുടെ സഞ്ചരിച്ചിട്ട് നമ്മുടെ സമയത്തെ നല്ലതാക്കുക. അപ്പോൾ അങ്ങനെ അത് സഞ്ചരിക്കുമ്പോൾ അതിനനുസരിച്ചാണ് നമ്മുടെ സമയം എന്ന് പറഞ്ഞാൽ നല്ല സമയമാണോ മോശ സമയമാണോ ആ ദിനരാത്രങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള നാളുകളിൽ നമ്മളുടെ ജീവിതം ഓരോ സമയവും ഈ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണുള്ളത്. അതേപോലെ തന്നെ ചന്ദ്രൻ അതിൽ നിന്നും മാറുമ്പോൾ ചില സ്ഥലത്തെത്തുമ്പോൾ നല്ലതായി മാറും. അതുകൊണ്ടാണ് നക്ഷത്രത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഗോചരകളെല്ലാം പറയുന്നത്. ഇന്ന നക്ഷത്രത്തിൽ നിന്ന് ഇന്ന സ്ഥലത്ത് ഇന്ന ഗ്രഹം നിൽക്കുമ്പോൾ നല്ലത്, ഇന്ന ഗ്രഹം നിൽക്കുമ്പോൾ മോശം. അങ്ങനെ ചന്ദ്രനും ഓരോ സ്ഥലത്ത് വരുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ, ഒരു നക്ഷത്രത്തിൽ ജനിച്ചാൽ അടുത്ത നക്ഷത്രം ഓരോ നക്ഷത്രത്തിലേക്ക് പിറ്റത്തെ ദിവസമെല്ലാം ചന്ദ്രൻ പോയിക്കൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ പോകുമ്പോൾ ചില നക്ഷത്രത്തിലെത്തുമ്പോൾ നല്ലതാണ്, ചിലയിടത്തെത്തുമ്പോൾ മോശമാണ്. ഇങ്ങനെയല്ല ഗോചരവശാൽ ചന്ദ്രൻ്റെ ചലനം. അതുപോലെ തന്നെ ആ നക്ഷത്രത്തിൽ നിന്ന് മറ്റുള്ള ശനി ഇന്നടുത്ത് ഭാവത്തിൽ വരുമ്പോൾ മോശം ഇന്ന സ്ഥലത്ത്, അങ്ങനെയെല്ലാം പറയുന്ന ഗോചരി ഉണ്ടല്ലോ, വാരഫലങ്ങളെല്ലാം പറയുന്ന കണ്ടിട്ടില്ല. അപ്പോൾ ഓരോ ദിവസവും ഈ ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ജനിച്ച നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ദിവസത്തെയും ഫലം വരുന്നത്. അങ്ങനെ നമ്മളുടെ സമയമെല്ലാം നല്ലതാക്കി മാറ്റുക എന്ന് പറയുകയാണ്. അങ്ങനെ നല്ലതാക്കി മാറ്റുന്ന നിനക്ക് പ്രണാമം. അപ്പോൾ ആ ചന്ദ്രനെ പ്രണമിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ ജനന നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാവിയിലെ നമ്മളുടെ എല്ലാ സംഭവവികാസങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചന്ദ്രൻ നമ്മൾ പ്രണമിച്ചേ പറ്റൂ. കാരണം ചന്ദ്രനാണ് നമ്മളുടെ ജീവിതത്തിലെ പല സംഭവവികാസങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ശക്തി. അപ്പം ജനിച്ച നക്ഷത്രത്തിൽ നിന്നും ഓരോ നക്ഷത്രത്തിലേക്ക് പോകുമ്പോഴും ഓരോ ദിവസത്തിന് അതിന് നല്ല സ്ഥാനങ്ങളും മോശസ്ഥാനങ്ങളുമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ആ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ നല്ല സമയം വരും, ചിലപ്പോൾ മോശം സമയം വരും. അതേപോലെ തന്നെയാണ് ആ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ അപഹാരങ്ങളെല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. ശുക്രദശ, അത് കഴിഞ്ഞാൽ സൂര്യദശ, ചന്ദ്രദശ, ഇങ്ങനെയെല്ലാം പോകുന്നത് ആ ചന്ദ്രൻ്റെ നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ ദശ എടുത്തുകൊണ്ടാണ്. അതിനനുസരിച്ചാണ് പിന്നെ ഓരോ ദശകളെല്ലാം വരുന്നത്. നമ്മളെ ഫലങ്ങൾ ആ ദശയനുസരിച്ചാണ്. ചന്ദ്രദശ, അതിൽ ഇന്ന് അപഹാരം എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട, അതായത് നമ്മുടെ ജാതക ഫലവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. പ്രഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത്. ജ്യോതിഷരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ.